ദേശാഭിമാനിയുടെ എഡിറ്റോറിയലിൽ UDF-ന്റെ വർഗീയതയും കള്ളപ്രചരണവും തിരിച്ചറിയുക എന്നാണ് അതിൻ്റെ ടൈറ്റിൽ. അതിലൊരു ഭാഗത്ത് പറയുന്നുണ്ട്, ഈ തെരഞ്ഞെടുപ്പിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമല്ല, നമ്മുടെ പാരഡി ഗാനത്തെക്കുറിച്ചാണ് കേട്ടോ. ഇത് തെരഞ്ഞെടുപ്പിൽ മതത്തെയും വിശ്വാസത്തെയും ദൈവത്തെയും ഉപയോഗിച്ചതാണ് പ്രശ്നം എന്ന് പറയുന്നുണ്ട്. ജനപ്രാതിനിധ്യ നിയമത്തിലെ വ്യവസ്ഥകളുടെ പരസ്യമായ ലംഘനമാണിത് എന്നാണ് ഈ ദേശാഭിമാനിയുടെ എഡിറ്റോറിയലിൽ പറയുന്നത്. അപ്പോൾ ഈ സ്വർണ്ണ കൊള്ളയിലെ പാരഡി വിട്ടിട്ടില്ല LDF. അതുമായി ബന്ധപ്പെട്ട് ഒരു കേസ് മതവികാരം വ്രണപ്പെടുത്തി എന്ന പേരിലുള്ള കേസ് പ്രസാദ് കുഴിക്കാലെ എന്ന ഈ തിരുവാഭരണ പാത സംരക്ഷണ സമിതിയുടെ B ടീമിലെ ഒരു നേതാവ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് CPM. അപ്പോൾ ഇന്ന് ദേശാഭിമാനിയിൽ പറയുന്ന എഡിറ്റോറിയലിൽ ഇത് UDF-ന്റെ ആസൂത്രണമാണ് എന്നാണ്. UDF ആസൂത്രിതമായി ദൈവത്തെ ഉപയോഗിച്ച് വിദ്വേഷം സൃഷ്ടിച്ച് വോട്ട് തേടി എന്നാണ് ഈ എഡിറ്റോറിയലിൽ പറയുന്നത്. ജനപ്രാതിനിധ്യ നിയമത്തിലെ വ്യവസ്ഥകളുടെ പരസ്യമായ ലംഘനമാണ് നടന്നത്. തെരഞ്ഞെടുപ്പിൽ UDF എല്ലാ മേഖലയിലും കൊടും വർഗീയതയാണ് അടിച്ചുവിട്ടതെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ആസൂത്രണമാണ് ഇപ്പോഴത്തെ പാരഡി പാട്ട് വിവാദമെന്നും വിമർശനമുണ്ട്. അർജുൻ കല്യാടുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. അർജുൻ കല്യാട്, ഈ പാരഡി ഗാനം LDF വിട്ടിട്ടില്ലല്ലേ? LDF-നുള്ളിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. പാരഡി ഗാനത്തിന്റെ പേരിൽ കേസ് എടുത്തത് തിരിച്ചടിയാകുമെന്ന് ചിലർ കരുതുന്നുണ്ട്. അപ്പോഴാണ് ഇന്നലെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടി കേസ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൂടി പരാതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പാരഡി ഗാനം മതത്തെ ഉപയോഗിച്ച് വോട്ട് പിടിക്കാൻ ശ്രമിച്ചു, അത് ജനപ്രാതിനിധ്യ നിയമം സെക്ഷൻ 123-ന്റെ ലംഘനമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന വിമർശനം. എന്താണ് എഡിറ്റോറിയലിൽ പറയുന്നത്? പാരഡി ഗാനം വിവാദം വിടാൻ LDF ഉദ്ദേശമില്ലേ? അർജുൻ കല്യാൺ, ഗുഡ് മോർണിംഗ്. ഡോക്ടർ അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. ഈ പാരഡി ഗാനം UDF-ന്റെ ആസൂത്രണമാണ് എന്നുള്ളതാണ് ഈ ദേശാഭിമാനി മുഖപ്രസംഗത്തിന്റെ ആകെയുള്ള ഒരു അന്തസത്ത എന്ന് വേണം അത് വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ വിവാദം ഒഴിവാക്കുന്നത് LDF-ന് ഗുണകരമാണ് എന്നുള്ള ഒരു അഭിപ്രായം LDF-ന് അകത്ത് തന്നെയുണ്ട്. പക്ഷേ അത് വിടാൻ ഒരുക്കമല്ല എന്ന് വേണം നമുക്ക് ഇത്തരം ഒരു മുഖപ്രസംഗത്തിൽ ദേശാഭിമാനി എഴുതുന്നതിലൂടെ വ്യക്തമാകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇതൊരു സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമല്ല. നേരത്തെ തന്നെ UDF-ന്റെ നേതാക്കളും അതുപോലെ തന്നെ KC വേണുഗോപാലും VD സതീശനും എല്ലാം പറഞ്ഞത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി എല്ലാ ഘട്ടങ്ങളിലും മുറവിളി കൂട്ടുന്ന CPIM ഇപ്പോൾ മോദി സർക്കാരിനെ തോൽപ്പിക്കുന്ന രീതിയിലാണ് ഈ കാര്യത്തിൽ ഇടപെടുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഇതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമല്ല, മറിച്ച് ഇത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കൃത്യമായ രീതിയിൽ അതിൻ്റെ ഒരു ചട്ടവും നിയമവും ഒക്കെ ഉള്ളതാണ്. അതിലേറ്റവും പ്രധാനമായി പറയുന്നത് മതചിഹ്നങ്ങൾ, അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വർഗീയപരമായിട്ടുള്ള പരാമർശങ്ങൾ, ദേശം, ഭാഷ, പ്രദേശം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് നേടുന്നതിന് വേണ്ടിയിട്ടുള്ള കാരണമായി ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് ജനപ്രാതിനിധ്യ നിയമത്തിലെ വ്യവസ്ഥ. പക്ഷേ അതിൻ്റെ നഗ്നമായ ലംഘനമാണ് ഈ പറയുന്ന പാരഡി ഗാനത്തിലൂടെ നടത്തിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ സമീപിക്കാൻ വേണ്ടി CPIM തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇത് കൂടുതൽ ഓരോ ദിവസം കഴിയുന്നതോറും ചർച്ചയായിക്കൊണ്ടേയിരിക്കുകയാണ്, അതൊരു വിവാദമായിക്കൊണ്ടേയിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് പാരഡി ഗാനം സ്വർണ്ണക്കൊള്ള പാരഡി ഗാനം ഇത് വിടാൻ വേണ്ടി CPIM ഒരുക്കമല്ല എന്നുള്ളതാണ് ഈ മുഖപ്രസംഗത്തിലൂടെ വ്യക്തമാവുന്നത്. UDF-ന്റെ ആസൂത്രണമാണ് പിന്നിലെന്നുള്ള കുറ്റപ്പെടുത്തൽ കൂടി ഇതിനകത്തുണ്ട്. ഡോക്ടർ താങ്ക് യു അർജുൻ കല്യാട്. അതായത് ഈ മതം, ജാതി, വംശം, ദൈവം, ഭാഷ ഇവ ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാൻ പാടില്ല എന്നുള്ളതാണ് ജനപ്രാതിനിധ്യ നിയമം 123 പറയുന്നത്. ഇതിൽ സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട്. അത് 2017 ജനുവരി 2-ാം തീയതിയാണ് സുപ്രീം കോടതിയുടെ ഒരു 7-അംഗ ബെഞ്ച് ഇതേ കാര്യം കർശനമായി പാലിക്കണമെന്നൊരു വിധിയും കൂടിയുണ്ട്. മതം പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കരുത്. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മതമല്ല, പകരം ഒരു ദേവാലയത്തിലെ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം ഒരു വാർത്തയാണ്, അതൊരു രാഷ്ട്രീയ വിഷയം കൂടിയാണ്. അത് പറഞ്ഞാണ് വോട്ട് പിടിച്ചതെന്നാണ് പറയുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് CPI സംസ്ഥാന സെക്രട്ടറി ഒരു കത്ത് നൽകിയിട്ടുണ്ട്, ഒരു പരാതി നൽകിയിട്ടുണ്ട്. അത് BJP ഈ സ്വർണ്ണക്കൊള്ളയിൽ മായി ബന്ധപ്പെട്ടുകൊണ്ട് പിണറായി വിജയന്റെ ചിത്രം ഉപയോഗിച്ചൊരു ലഘുലേഖ പുറത്തിറക്കി. ആ ലഘുലേഖയ്ക്കെതിരെയായിരുന്നു അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തത്. ഇതിപ്പോൾ 2ാമത്തെ പരാതിയാണ്. അത് ഈ പാരഡി ഗാനവുമായിട്ട് ബന്ധപ്പെട്ട് പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി ഗാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. എന്തായാലും ഈ പാരഡി ഒടുവിൽ കോമഡി ആകുമോ, അത് ആർക്കെങ്കിലും ഒക്കെ ട്രാജഡി ആവുമോ എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. ചില കാര്യങ്ങളിൽ ചിലത് വളരെ സാവധാനം ആലോചിച്ചുറപ്പിച്ച് പോകുന്നതായിരിക്കും നല്ലത്. തെരഞ്ഞെടുപ്പാണ്, ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ട് അവസാനിക്കാനുള്ളതല്ല മനുഷ്യരുടെ ജീവിതം എന്നുള്ളത് എല്ലാവരും ഓർമ്മിച്ചാൽ നല്ലത്.